ഉസൈൻ ബോൾട്ട്, PT ഉഷ എന്നിവരുടെ നല്ല കാലത്ത് അവരോടൊപ്പം ഓട്ട മത്സരത്തിന് ഇറങ്ങിയവർ ദൈവമേ ഒരു 2ാം സ്ഥാനമെങ്കിലും ഒക്കണേ എന്നാവും പ്രാർത്ഥിച്ചിരിക്കുക. അജയ്യരെന്ന് മുദ്ര കുത്തപ്പെട്ടവർക്കൊപ്പം മത്സരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമെന്ന് കരുതും അവർ. അജയ്യരെ തോൽപ്പിച്ചാൽ ചരിത്രമാകുമെങ്കിലും അവരോട് തോൽക്കുന്നതിൽ കുറച്ചിലൊന്നുമില്ല എന്നും അവർ കരുതും. എല്ലാ മത്സരങ്ങളും 1ാം സ്ഥാനം നേടാനുള്ളതല്ല. ചിലപ്പോൾ 2ാം സ്ഥാനത്തിനും ചിലപ്പോൾ പരാജയപ്പെടാനുമുള്ളതാണ് മത്സരങ്ങൾ. കേരള രാഷ്ട്രീയത്തിൻ്റെ വർത്തമാനകാല അവസ്ഥയെപ്പറ്റി ചിന്തിച്ചപ്പോൾ തോന്നിയതാണ് ഈ വസ്തുത. 25 കാറ്, പോലീസ്, ആംബുലൻസ്, കരിമ്പൂച്ചകള്, മലപ്പുറം കത്തി, ഇരുതല വാള്, അമ്പും വില്ലും, പിന്നെ ഡബിൾ ബാർ. ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും. ജനഹിതം മാനിച്ചും ഭവിഷ്യത്തുകൾ കണക്കിലെടുത്തും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പോൾ അതിനെ അനുകൂലിച്ചും എതിർത്തും ഒട്ടേറെ ആരോപണങ്ങളും പരാതികളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധമാണ്. സീനിയോറിറ്റി പരിഗണിച്ചില്ല, തന്നേക്കാൾ ഇളമുറക്കാരൻ്റെ കീഴിൽ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കാൻ പോലും പോകുന്നു എന്ന് കേൾക്കുന്നു. മന്ത്രിയാകുന്നെങ്കിൽ ആഭ്യന്തരം തന്നെ വേണം, താൻ നിർദ്ദേശിക്കുന്നയാളെ KPCC പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ വ്യവസ്ഥകൾ വെക്കുന്നതായി മാധ്യമങ്ങളിൽ കാണുന്നു. ഉദ്യോഗത്തിലാണ് സീനിയോറിറ്റിയും പ്രൊമോഷനുമൊക്കെ ഉള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഉദ്യോഗമല്ല. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ പരാതി പറയുന്നതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ. ഇതുവരെ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുന്ന ചെന്നിത്തല പാർട്ടിയുടെ ഭദ്രതയ്ക്കും ഐക്യത്തിനുമപ്പുറം സ്വന്തം പദവിക്ക് മുൻതൂക്കം കൊടുക്കുന്നത് നല്ലതല്ല. ആഭ്യന്തരത്തിൽ കൂടി മാത്രമേ ചെന്നിത്തലയ്ക്ക് ജനസേവനം സാധ്യമാകൂ എന്നുണ്ടോ? വകുപ്പ് ഏതായാലും അന്തസ്സോടെ ഉത്തരവാദിത്തത്തോടെ ഭരണം നടത്തും എന്നാണ് ഇത്രയും പ്രായവും രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള അദ്ദേഹം പക്വതയോടെ പ്രഖ്യാപിക്കേണ്ടത്. ഇത്തരം നിലപാടുകളാണ് പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയത്. സ്വാഭാവികമായിട്ട് ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എൻ്റെ സീനിയോറിറ്റിക്ക് തന്നെ ക്ഷീണമാണ്. അതങ്ങനെ ചെയ്യരുതല്ലോ. സീനിയർ എന്ന് പറയുന്നത് ഒരു പക്വതയുടെ ഭാഗം കൂടിയാണ്. എന്തായാലും രാഷ്ട്രീയത്തിൽ സീനിയോറിറ്റിക്ക് വലിയ പ്രസക്തിയില്ല എന്നതിന് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ചരിത്രമുണ്ട്, തെളിവുകളുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി 2 വർഷം തികയും മുൻപ് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന താഷ്കൻഡിൽ വെച്ച് 1966 ജനുവരി 11 അന്തരിച്ചു. താൽക്കാലിക പ്രധാനമന്ത്രിയായി ഗുൽസാരിലാൽ നന്ദ നിയോഗിക്കപ്പെട്ടു. 1964 നെഹ്റു അന്തരിച്ചപ്പോഴും 2 ആഴ്ചത്തേക്ക് അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പെട്ടെന്നുള്ള മരണശേഷം പാർട്ടിയിൽ ഐക്യം നിലനിർത്താൻ കഴിയുന്ന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് K. കാമരാജ് ശ്രമിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ മൊറാർജി ദേശായി യോഗ്യനായിരുന്നു. പക്ഷേ ഇന്ദിരയ്ക്കായിരുന്നു പാർട്ടിയുടെ പിന്തുണ. പാർലമെൻറ്റിൽ രഹസ്യ വോട്ടെടുപ്പ് നടത്താൻ കാമരാജ് നിർദ്ദേശിച്ചു. 1966 ജനുവരി 19 നടന്ന വോട്ടിങ്ങിൽ മൊറാർജിയുടെ 169 വോട്ടിനെതിരെ 355 വോട്ടുകൾ നേടി ഇന്ദിരാഗാന്ധി പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായി. ഇന്ദിരയേക്കാൾ 21 വയസ്സ് മൂപ്പുള്ള മൊറാർജി ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായി. ഇന്ദിരയുടെ പ്രായം 49, മൊറാർജിക്ക് 70. അന്ന് പ്രായം കൊണ്ടും പരിചയം കൊണ്ടും കാമരാജ്, YB ചവാൻ, S. നിജലിംഗപ്പ എന്നിവരും മുതിർന്ന നേതാക്കളായിരുന്നു. അവിടെ സീനിയോറിറ്റി നോക്കിയതേയില്ല. പ്രണാബ് മുഖർജി ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ സ്വാഭാവികമായും നമ്പർ 2 ആയി കണക്കാക്കപ്പെട്ടിരുന്നു. ഒരു പ്രധാനമന്ത്രി അന്തരിച്ചാൽ ഏറ്റവും മുതിർന്ന മന്ത്രിയെ താൽക്കാലിക കാവൽ പ്രധാനമന്ത്രിയായി നിയമിക്കുകയായിരുന്നു പതിവ്. അങ്ങനെയാണ് ഗുൽസാരിലാൽ നന്ദ 2 വട്ടം പ്രധാനമന്ത്രിയായത്. 1984 ഒക്ടോബർ 31 ഇന്ദിര കൊല്ലപ്പെടുമ്പോൾ പ്രണബ് മുഖർജിയും രാജീവ് ഗാന്ധിയും ഒരുമിച്ച് പശ്ചിമ ബംഗാളിൽ പര്യടനം നടത്തുകയായിരുന്നു. അതേ വിമാനത്തിൽ അവർ ഡൽഹിയിലേക്ക് മടങ്ങി. കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു പ്രണബ് മുഖർജി. സജ്ജൻ കുമാർ, അരുൺ നെഹ്റു, ജഗദീഷ് ടൈറ്റ്ലർ എന്നിവരും മുതിർന്ന നേതാക്കൾ. ഒരു താൽക്കാലിക കെയർടേക്കറെ നിയമിക്കുന്നതിന് പകരം ദേശീയ സ്ഥിരത നിലനിർത്താൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൂട്ടായി തീരുമാനിച്ചു. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി ചുമതലയേറ്റു. സജീവ രാഷ്ട്രീയത്തിൽ കാലുകുത്തിയിട്ട് പോലുമില്ലാത്ത രാജീവ് ഗാന്ധിയെ 40ാം വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നേതാക്കൾ അവരോധിച്ചു. നെഹ്റു കുടുംബത്തോടുള്ള വിധേയത്വം, സഹതാപം തുടങ്ങി അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. രാഷ്ട്രീയത്തിലേക്ക് മനസ്സില്ലാ മനസ്സോടെ പ്രവേശിക്കുന്നയാളായിരുന്നെങ്കിലും
ഒരു ദേശീയ പ്രതിസന്ധി സമയത്ത് സ്ഥിരത നിലനിർത്താനുള്ള ഒരു മാർഗമായി അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള നിയമനം വീക്ഷിക്കപ്പെട്ടു. എങ്കിലും സീനിയോറിറ്റിയോ പ്രവർത്തന പരിചയമോ നോക്കാതെ പാർട്ടി രാജീവിൽ വിശ്വാസമർപ്പിച്ചു. അധികാരമേറ്റയുടനെ അദ്ദേഹം പൊതു തിരഞ്ഞെടുപ്പിന് ഉത്തരവിട്ടു. 1984 ഡിസംബറിലെ തിരഞ്ഞെടുപ്പിൽ 508 സീറ്റുകളിൽ 401 നേടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ റെക്കോർഡ് വിജയത്തിലേക്ക് അദ്ദേഹം നയിച്ചു. അങ്ങനെ ജനവിധിയിലൂടെ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനവും ഉറപ്പിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വന്തം അവകാശവാദം ഉന്നയിക്കാൻ മുഖർജി തൻ്റെ സീനിയോറിറ്റി ഉപയോഗിച്ചുവെന്ന് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിച്ചു. ഈ അവകാശവാദങ്ങൾ വ്യാജമായിരുന്നുവെന്ന് പിന്നീട് മുഖർജി തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ശക്തമായി നിഷേധിച്ചെങ്കിലും അതിൻ്റെ ഫലമായുണ്ടായ വിശ്വാസക്കുറവ് മൂലം 1986 രാജീവ് ഗാന്ധി മുഖർജിയെ പുതിയ മന്ത്രിസഭയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കാൻ ഇടയായി. ഇനി കേരളത്തിലെ ചരിത്രം നോക്കാം. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം 1977 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് പീഡിപ്പിച്ചതിനെയും കാണാതായതിനെയും കുറിച്ച് കരുണാകരനെതിരെ രൂക്ഷ വിമർശനങ്ങളും കോടതിയുടെ പ്രതികൂല പരാമർശങ്ങളും ഉണ്ടായി. തുടർന്നുണ്ടായ രാഷ്ട്രീയവും നിയമപരവുമായ കടുത്ത സമ്മർദ്ദം മൂലം കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പെട്ടെന്നൊരു പിൻഗാമിയെ കണ്ടുപിടിക്കാൻ ഐക്യമുന്നണി സഖ്യത്തിന് കഴിഞ്ഞില്ല. ആഭ്യന്തര പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടു. മുതിർന്ന നേതാവ് സി സുബ്രഹ്മണ്യത്തെ ഒരു ദൂതനായി കേരളത്തിലേക്ക് അയച്ചു. MLA പോലും അല്ലാതിരുന്ന KPCC പ്രസിഡന്റ് AK ആൻ്റണിയെ മുഖ്യമന്ത്രിയായി സുബ്രഹ്മണ്യൻ നിർദ്ദേശിച്ചു. അതൊരു അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പായിരുന്നു. AK ആൻ്റണിക്ക് വെറും 36 വയസ്സ്. ആ സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആയിരുന്നില്ല. പക്ഷേ ശുദ്ധമായ രാഷ്ട്രീയത്തിന് പേരുകേട്ട ആളായിരുന്നു. പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആൻ്റണി മനസ്സില്ലാ മനസ്സോടെ ആ റോൾ ഏറ്റെടുത്തു. 1977 ഏപ്രിൽ 27 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന ഭരണഘടനാ ആവശ്യകത നിറവേറ്റുന്നതിനായി 77 ഒക്ടോബറിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം CPMൻ്റെ പിരപ്പൻകോട് ശ്രീധരൻ നായരെ 8669 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു. അദ്ദേഹത്തിന് മത്സരിക്കാനായി തലേക്കുന്നിൽ ബഷീർ MLA സ്ഥാനം രാജിവെച്ചു. 2001 ആൻ്റണി വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ നയിക്കാൻ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ പിന്തുണച്ചു. ഈ നേട്ടങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ച ആളും ആൻ്റണി മന്ത്രിസഭയിലെ മുതിർന്ന നേതാവുമായിരുന്നു ഉമ്മൻചാണ്ടി. പ്രായം കൊണ്ടോ സീനിയോറിറ്റി കൊണ്ടോ കൈവരുന്നതല്ല നേതൃത്വ ആസൂത്രണ ഭരണ മികവുകൾ, ഒപ്പം പക്വതയും. ഈ ഘട്ടത്തിൽ അല്പം ഫ്ലാഷ് ബാക്ക് നല്ലതാണ്. ചില ഓർമ്മപ്പെടുത്തൽ. ദേ പോകുന്നു ഒരു മുഖ്യമന്ത്രി. അല്ലേ, 25 കാറ്, പോലീസ്, ആംബുലൻസ്, കരിമ്പൂച്ചകള്, മലപ്പുറം കത്തി, ഇരുതല വാള്, അമ്പും വില്ലും, പിന്നെ ഡബിൾ ബാരൽ ഗണ്ണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒന്ന് കുറച്ച് മയപ്പെടുത്തിക്കൂടെ? ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകൾ പറഞ്ഞെന്നറിയുമോ, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണിയുള്ള ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാതെ പോകാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ SFIക്കാരുടെയും BYFകാരുടെയും രക്ഷാപ്രവർത്തനം കൂടിയായിട്ടാണ് പുള്ളി പല സ്ഥലങ്ങളും പോയിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? വഴിയിൽ തടയാനോ ഒരു മനുഷ്യനുമില്ല. ഇതിനൊക്കെയാണ് പറയണത് കാലം കാത്തുവച്ച കാവ്യനീതി എന്ന്. ഇത് കാണുന്ന സമയത്ത് ഇങ്ങേരുടെ തന്നെ ഒരു പഴയ ഡയലോഗ് ഓർമ്മ തന്നെ. മുഖ്യമന്ത്രി അല്ലാത്തൊരു പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയനായിരുന്നെങ്കിൽ ഇവിടെ എല്ലാത്തിനും അടിച്ച് നിലംപരിച്ചാക്കിനെന്നുള്ളത്. മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി അല്ലെങ്കിലും കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ദേ ഈ കാണുന്ന മനുഷ്യനല്ലേ. ഇത്രേ ഉള്ളൂ. ഞാൻ കരുതുന്നത്, ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും. ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ്? ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിൻ്റെ കൂടുമോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അവ എത്രയും വലിയ പത്രാസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കും. കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിൻ്റെ പത്രാസിൽ മയങ്ങില്ല എന്ന്. അത് മയങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. പോലീസ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറിയാണ്. വലിയ സെക്യൂരിറ്റി സംവിധാനം ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാനത് അനുവദിക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള, ഇപ്പോൾ വകുപ്പ് മന്ത്രിയാകാൻ സാധ്യതയുള്ള മറ്റൊരു മുതിർന്ന നേതാവ് പറയുന്നത് ഇങ്ങനെ:
സതീശൻ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ മുഖ്യമന്ത്രി ആയിരിക്കുമെന്നല്ലേ പ്രതീക്ഷ? ഡെഫിനറ്റ് ആയിട്ടും കാഴ്ചപ്പാടുണ്ട്, അതിനുള്ള കഴിവുണ്ട്, സ്വാഭാവികമായിട്ട് അതിനുള്ള നല്ല ശക്തിയുണ്ട്. അങ്ങനെ നല്ല മുഖ്യമന്ത്രിയായിട്ട് വരും. അതുതന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷ. നിലയിൽ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയല്ലേ കരുതുന്നത്? സ്വാഭാവികമായിട്ട് ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എൻ്റെ സീനിയോറിറ്റിക്ക് തന്നെ ക്ഷീണമാണ്. അതങ്ങനെ ചെയ്യരുതല്ലോ. സീനിയർ എന്ന് പറയുന്നത് ഒരു പക്വതയുടെ ഭാഗം കൂടിയാണ്. ഇതാണ് പക്വത. CPM-ൻ്റെയും പിണറായിയുടെയും കടുത്ത പകയുടെ ഫലമായി നല്ല പ്രായത്തിൽ വിധവയാകേണ്ടി വന്ന ഒരു മാന്യ മഹതിയും പിണറായിക്കൊപ്പം അസംബ്ലിയിലുണ്ട് എന്നത് കാലമൊരുക്കി വെച്ച വല്ലാത്തൊരു നാടകത്തിന് കളമൊരുക്കാൻ ഇടയുണ്ട്.